ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇന്ന് ഒരു വളരെ വളരെ സൂപ്പറായിട്ടുള്ളൊരു സംഭവം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്നറിയോ? നമുക്കിപ്പോൾ എല്ലാവിടെയും കിട്ടുന്നുണ്ടല്ലേ. നാട്ടിലൊക്കെ നിങ്ങളൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കുകയായിരിക്കില്ലേ. മാങ്ങ പല തരത്തിലും വിധത്തിലും ഒക്കെ ആയിട്ട് നമുക്കിന്ന് ഉണ്ടാക്കാം മാങ്ങ ഉണ്ണിയപ്പം. മാമ്പഴ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? അടിപൊളി മണവും അടിപൊളി ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ ഒരു 3 മണിക്കൂർ 4 മണിക്കൂറോളം നമ്മുടെ പച്ചരി കുതിർത്തിട്ടിട്ടുണ്ട്. ഓക്കെ, ഇതൊരു കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു 4 മണിക്കൂറെങ്കിലും പച്ചരി ഒന്ന് കുതിർന്നിരിക്കണം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 1 കപ്പിനാണ് ഞാൻ പറയണത് കേട്ടോളൂ. പിന്നെ നമുക്ക് വേണ്ടത് നല്ല അടിപൊളിയായിട്ടുള്ള പഴുത്തിട്ടുള്ള മാങ്ങയാണ്. ഇത് നമ്മൾക്ക് മുറിച്ചിട്ട് നമുക്കൊന്ന് നെയ്യിൽ വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് തേങ്ങയാണ്. അപ്പോൾ 1 കപ്പ് നമ്മുടെ പച്ചരിക്ക് 1 കപ്പ് തന്നെ തേങ്ങ എടുക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം പ്രോസസ്സ്. ശർക്കരയും ഉണ്ട്, നമുക്ക് തുടങ്ങാട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മാങ്ങ എന്താ പറയുക മുറിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാട്ടുള്ളൂ. ചോയ്സ് നിങ്ങളുടെ. ഇന്ന മാങ്ങയിലെ ചെയ്താലേ നന്നായിരിക്കുള്ളൂ എന്നൊന്നുമില്ല. പക്ഷേ ഓവർ പവറിങ് ആയിട്ടുള്ള ലെവലിലേക്ക് നമ്മൾക്ക് മാങ്ങ വേണ്ട. അതായത് 1 കപ്പിനാണെങ്കിൽ ആ കാണിച്ച ഒരു മാങ്ങ ധാരാളം മതിയാവും. ബിക്കോസ് നമ്മൾ അതിൻ്റെ ഇതൊന്നും ഇടുന്നില്ലല്ലോ, ബാക്കിയുള്ളതൊന്നും ഇടുന്നുണ്ടല്ലോ, മുറിച്ചത് മാത്രമല്ലേ. ഇനി നമുക്ക് ഒരു പാന് ചൂടാക്കിയിട്ട് 1 സ്പൂണോളം നെയ്യിൽ 1 സ്പൂൺ നെയ്യിൽ നമുക്ക് ഈ മാങ്ങേനെ ഇട്ടിട്ട് വഴറ്റാം. എന്ത് മനോഹരമായ ആചാരങ്ങൾ. ഈ മാങ്ങേനെ ഈ നെയ്യിൽ ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഓട്ടെ മണം. ഈ മാങ്ങ ഇനി ഇതിൽ നെയ്യിൽ കിടന്ന് ആ വേവുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പൊടിക്ക്, അതായത് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതിനെ അസലായിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. എടുത്തിട്ട് നമുക്കിത് അരക്കാട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുകയായിരുന്നു. ഇപ്പം തന്നെ ഏകദേശം അത് സ്പൂൺ കൊണ്ട് അമർത്തിയാൽ വെന്ത് പോകുന്ന പോലെ ആയിട്ടുണ്ട്. പക്ഷെ ഇനി ഒന്നും കൂടി ആയാൽ നല്ലത്. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റണം മാങ്ങയുടെ. ഓക്കെ, ഇതാവട്ടെ. ഇപ്പുറത്ത് ഞാൻ ആ അരി കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. 1 ഗ്ലാസോളം തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടിയിട്ട് അരച്ചെടുക്കാം. അരയ്ക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് അരപ്പിൽ നിർത്താം. എന്ന് വെച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് ആഡ് ചെയ്യണ്ടേ. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഈ ഒരു ഇതിരിക്കട്ടെ, വെള്ളത്തിൻ്റെ അംശം ഇല്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല. മതി, ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മിക്സിയിൽ പകുതി അരച്ചു വെച്ചിട്ടുള്ളത് നോക്കാം. ഇത് നോക്കുക, അരിയും ഇതും കൂടിയിട്ട് പകുതി അരച്ചു വെച്ചിരിക്കുകയാണ്. കട്ടിക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട. ബിക്കോസ് ശർക്കര മാങ്ങ ഇതിന്നൊക്കെ വെള്ളം വരും. ഓക്കെ, അപ്പോൾ ഇത് ആവട്ടെ. ഞാൻ ഇവിടെ ഏകദേശം അതേ 1 കപ്പോളം ശർക്കര കുത്തിപ്പൊട്ടിച്ചിട്ട്, ഒരു 3 അച്ച് ശർക്കര അതിനെ കുത്തിപ്പൊട്ടിച്ച ഒരു കപ്പാവും. ഈ കപ്പ് എന്ന് പറയണത് ഏത് കപ്പുണ്ട് അമ്മ ചോദിക്കേണ്ട. ഇതാ ഈ 1 ഗ്ലാസ് ഏത് കപ്പിന് വേണമെങ്കിലും എടുത്തോളൂ. കണക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. ഏത് കപ്പിനെടുത്താലും 1 മാങ്ങയും ബാക്കി ഇതും. ഓക്കെ, ഇനിയിപ്പോൾ ഇതിപ്പോൾ ശർക്കര കുത്തി പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മാവിൽ കൂടിയിട്ടിട്ട് അരയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ മാങ്ങയും ഇതായിട്ടുണ്ട്, ആറിയിട്ടുണ്ട്. ഒക്കെ കൂടി അങ്ങോട്ട് ഇട്ടിട്ട് അരക്കി തന്നെ കേട്ടോളൂ. നമ്മുടെ ശർക്കര ഇട്ടിട്ടുണ്ട് ഈ അരപ്പിൻ്റെ കൂടെ. ഒരു 4-5 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ മാങ്ങ ഇടാം. അപ്പോൾ നമ്മുടെ ശർക്കര അരഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ മാങ്ങ. ഓക്കെ, ഇതാ നന്നായിട്ട് നെയ്യിൻ്റെ മണത്തോട് കൂടിയിട്ടുള്ള മാങ്ങ ഇട്ടിട്ടുണ്ട്. അതായത്
വെള്ളം ഒരു പൊടിക്ക് പോലും ഉപയോഗിക്കരുതേ. ശർക്കരയിൽ നിന്നും വെള്ളം വരും, മാങ്ങയിൽ നിന്നുള്ള ആ ഒരു ഇതും ഉണ്ടാവും. സോ ഒരു പൊടിക്ക് പോലും ഒഴിക്കരുത്. പിന്നെ ഇതിൽ നമ്മൾ പഴം യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇനി അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. കൺസിസ്റ്റൻസി ശരിക്കും ഉണ്ണിയപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി തന്നെ. ഒരു പൊടിക്ക് പോലും വെള്ളം യൂസ് ചെയ്യാതെ ഇതൊന്ന് ശരിക്കും ഉള്ളത്തേക്ക് എടുത്തിട്ട് നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിലേക്ക് 1 സ്പൂണ് കറുത്ത എള്ളിട്ടിട്ടുണ്ട്. ഈ എള്ള് മാത്രം ഇട്ടാൽ മതി. നമ്മൾ തേങ്ങാക്കൊത്ത്, ചിലവർ അണ്ടിപ്പരിപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മാങ്ങയുടെ ആ ഒരു ഫീല് തന്നെ നമുക്ക് പോയി പോവും. അപ്പോൾ കൂടുതലായിട്ട് ഒന്നും തന്നെ നമ്മൾ ഇതാക്കണില്ല. ജസ്റ്റ് എള്ള് മാത്രം ഇടുന്നു, നന്നായി മിക്സ് ചെയ്യുന്നു. നല്ല മണം. ഇതാ ഈ ഒരു പരുവം. ഓക്കെ, ഇനി നമുക്ക് നെയ്യിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതാ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഇളക്കിയിട്ട് വിഘ്നേശ്വര മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇത് മീഡിയം ഫ്ലെയിം എത്രത്തോളം ഇതാക്കാൻ പറ്റുമോ ആ മാമ്പഴത്തിൻ്റെ മഞ്ഞ കളർ വരണമുണ്ട്. നമുക്കൊന്ന് ഉണ്ണിയപ്പം എപ്പോഴും നമ്മൾ അടച്ചു വെച്ചിട്ടൊന്നുമല്ല ചെയ്യുക. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ചെയ്താൽ കറക്റ്റായിട്ടൊന്ന് ആയി കിട്ടും. എന്നിട്ട് നമുക്ക് തിരിച്ചിടാം. അപ്പം ഇതാ ലുക്ക് അറ്റ് ദാറ്റ്. തിരിച്ചിടാം. പതുക്കെ ആയിട്ടില്ല, ആവട്ടെ. നമുക്ക് പതുക്കെ തിരിച്ചിടാം. തങ്കമണി സൂക്ഷിച്ചിട്ട് ടേക്ക് യുവർ ഓൺ ടൈം, നോ ഹറി. ഇതിൽ മെയിനായിട്ട് വേണ്ടത് പേഷ്യൻസ് ആണ്. ടൈമെടുത്ത് സൈഡിൽ നിന്നൊക്കെ വിടിയിച്ചിട്ട് പതുക്കെ തിരിച്ചിടും. അപ്പോൾ ഇതാ എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് എടുക്കുക. ഇതുപോലെ എല്ലാം ഉണ്ടാക്കുക കേട്ടോളൂ. എല്ലാം ഉണ്ടാക്കിയിട്ട് സമാധാനമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ആയിട്ടുണ്ട്. ഇനി എല്ലാം നമുക്ക് എടുക്കാം. എവറിത്തിങ് ഈസ് ഡൺ. യാ, പെർഫെക്റ്റ്. യാ, അപ്പോൾ എൻ്റെ ലാസ്റ്റ് ബാച്ച് ആയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ആയിട്ടുണ്ട്. നല്ല യെല്ലോയിഷ് കളറായിരിക്കും ഈ ഉണ്ണിയപ്പം. നമ്മുടെ സോഫ്റ്റ്നെസ്സിന് ഒരു കുറവും ഉണ്ടാവില്ല. മാങ്ങ ആ യെല്ലോ കണ്ടോ, സൂപ്പറായിട്ടുണ്ട്. എങ്ങനെയുണ്ട് പോനു? സൂപ്പർ. അപ്പോൾ പ്രസൻറ്റ് ചെയ്യാം. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസ് വിനീസ് കിച്ചണിൽ മാത്രം. വീണ്ടും കാണാം നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. Vinis kitchen.